ഹൈക്കമാൻഡുമായുള്ള അനുനയ ചർച്ചകൾക്കൊടുവിൽ സംസ്ഥാനത്ത് സജീവമാകാൻ ഡോക്ടർ ശശി തരൂർ MP. KPCC ആസ്ഥാനത്തെ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തിൽ ഡോക്ടർ ശശി തരൂർ പങ്കെടുത്തു. കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുമെന്നും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയാനില്ല എന്നും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച കാര്യമില്ല. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ മര്യാദയോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ എവിടേക്കും പോകില്ല. ഞാൻ കോൺഗ്രസ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സജീവമായി കാണും. UDFന്റെ വിജയത്തിന് വേണ്ടി ഇറങ്ങും. ഞാൻ എപ്പോഴും പറയും, ചിലപ്പോൾ ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്രീയ കാര്യങ്ങളിൽ എനിക്ക് രാഷ്ട്രീയം പറയാനല്ല ആഗ്രഹം, രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കാനല്ല ആഗ്രഹം. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ ഒരു വിധത്തിലും ഏത് വിധത്തിലും അദ്ദേഹത്തിനെതിരെ പറയുന്ന ഒരു കാര്യത്തിനും ഞാൻ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങളുടെ നേതാവാണെന്ന് മാത്രമല്ല ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ട്. ഈ രാജ്യത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിനൊരു ശക്തമായ ഒരു സ്വരമാണ്. പാർട്ടിയിൽ അർഹമായ പ്രാധാന്യം ഉറപ്പാക്കുമെന്നാണ് ശശി തരൂരിന് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്ന ഉറപ്പ്. പ്രചരിച്ച വാർത്തകൾ മാധ്യമ സൃഷ്ടിയെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. അതുകൂടി കേൾക്കാം. മാധ്യമങ്ങൾ ഒരു ദിവസം പറയും ശശി തരൂർ CPM-നോട് ചർച്ച നടത്തി. ശശി തരൂർ നിഷേധിച്ചാൽ നിങ്ങളിപ്പോൾ അത് വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ വളരെ സജീവമായി ശക്തമായിട്ട് പാർട്ടി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഞങ്ങളുടെ പാർട്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് അങ്ങനെയായിപ്പോയി. എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവരെ 52 വെട്ടി കൊന്നു തീർക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ശൈലി. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ശൈലി എതിരഭിപ്രായങ്ങളെ സ്വീകരിച്ച് അത് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ കൂടെ വെച്ച് മുന്നോട്ട് പോകുക. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മുഖം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളുണ്ടാവും. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിശ്വപൗരനായിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരാളാണ്. അതെല്ലാം തെറ്റായ വാർത്തകളാണ്, അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ്, വെറുതെ LDF ക്യാമ്പിൽ നിന്ന് പ്രചരിപ്പിച്ച വാർത്തകളാണ്. ആ വാർത്തയ്ക്കൊന്നും അടിസ്ഥാനമില്ല. അദ്ദേഹം UDFനെ 100 സീറ്റിലധികം വാങ്ങി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ ഞങ്ങളുടെ അഭിമാനമായ ശശി തരൂരുണ്ടാവും. വിനീത VG വിശദാംശങ്ങളുമായുണ്ട്. വിനീത, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ കൂടിക്കാഴ്ച നടന്നു. അതിന്റെ ചിത്രം ഉൾപ്പെടെ ഡോക്ടർ ശശി തരൂർ പങ്കുവച്ചിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം വരികയാണ്. എല്ലാം പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളൊക്കെ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി പാർട്ടിക്കൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നു 140 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ മുഖമുണ്ടാകും, പ്രചാരണത്തിലൊക്കെ സജീവമാകുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കൂടിക്കാഴ്ച അത്രത്തോളം ഫലപ്രദമായിരുന്നു എന്നാണോ? അനുജ, തീർച്ചയായും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിരിക്കുന്നു. നിലവിൽ താൻ ഹാപ്പിയാണെന്ന് തന്നെയാണ് ശശി തരൂർ പറയുന്നത്. തനിക്കും പാർട്ടിക്കും ഒരേ നിലപാട് തന്നെയാണെന്നും പാർട്ടിക്കൊപ്പം മുന്നോട്ട് പോവുകയാണെന്നും ശശി തരൂർ ഇന്നലത്തെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹൈക്കമാൻഡുമായിട്ടുള്ള അനുനയ ചർച്ചകൾക്ക് പിന്നാലെ അദ്ദേഹം കോൺഗ്രസിന്റെ പരിപാടികളിലൊക്കെ കൂടുതൽ സജീവമാകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുകയും ഇന്ന് KPCC ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഇനി താൻ പ്രതികരിക്കുന്നില്ലെന്നും ഒറ്റക്കെട്ടായി പാർട്ടിക്കൊപ്പം താൻ മുന്നോട്ട് പോകുമെന്നും ശശി തരൂർ പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന കൂടിക്കാഴ്ച ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടുനിന്നു. ആ കൂടിക്കാഴ്ചയിൽ തനിക്കുണ്ടായ പരിഭവങ്ങളും തനിക്കുണ്ടായ അതൃപ്തിയും ഒക്കെ തന്നെ ശശി തരൂർ രാഹുൽ ഗാന്ധിയുമായി പങ്കുവച്ചു. പാർട്ടിക്കുള്ളിൽ തരൂരിനെ പോലുള്ള ഒരു നേതാവിന് കൃത്യമായിട്ടുള്ളൊരു പരിഗണന ഉറപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി ഒരു ഉറപ്പ് നൽകിയതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് കേരളത്തിലേക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ഘട്ടത്തിൽ നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് ശശി തരൂരിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകണമെന്നൊരു നിർദ്ദേശം കൂടി രാഹുൽ ഗാന്ധി നൽകിയിട്ടുണ്ട് തരൂരിനെന്നാണ് നമുക്ക് ചില റിപ്പോർട്ടുകൾ പ്രകാരം അറിയാൻ കഴിയുന്നത്. അങ്ങനെ പിന്നീട് ഈ കൂടിക്കാഴ്ചയ്ക്കൊക്കെ ശേഷം തരൂർ തന്നെ അക്കാര്യം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ താൻ 56 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് താൻ സജീവമായിരുന്നു. ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും താൻ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകുമെന്നൊക്കെ തന്നെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെയാണ് അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്തെത്തി KPCC ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള കോൺഗ്രസിന്റെ യോഗത്തിൽ നിന്നൊക്കെ തരൂർ വിട്ടുനിന്നത് വലിയ വിവാദമായിരുന്നു. പിന്നാലെ തരൂർ BJP-യിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വിദേശത്ത് വെച്ച് അദ്ദേഹം ചില ചർച്ചകൾ നടത്തുന്നു. ഒരുപക്ഷെ ഇടതുമുന്നണിയുടെ ഭാഗമായേക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഏതാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആ റിപ്പോർട്ടുകളൊക്കെ തന്നെ പാടെ തള്ളുകയാണ്. അതൊക്കെ ഈ മാധ്യമ സൃഷ്ടിയാണെന്നും ഒപ്പം ചില ഇടത്
ഇടത് കൂട്ടായ്മകളിൽ നിന്നൊക്കെ വരുന്ന അത്തരം റിപ്പോർട്ടുകളാണ്. അവരൊക്കെയാണ് അത്തരത്തിലേക്കുള്ള വാർത്തകൾ പിന്നിലെന്നുമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും തരൂർ പാർട്ടിയിൽ കൂടുതൽ സജീവമാവുകയാണ്. ഈ 140 മണ്ഡലങ്ങളിലും അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആ പ്രചാരണത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വി ഡി സതീശനടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഇത്തരം വാർത്തകൾ തരൂർ ഒരുപക്ഷെ UDF വിട്ടേക്കും, കോൺഗ്രസിൽ നിന്ന് പോയേക്കും എന്നുള്ള തരത്തിലുള്ള ചില വാർത്തകൾ അതൊക്കെ തന്നെ വെറും പുകമറയാണെന്നും അത്തരത്തിലേക്കുള്ള സൃഷ്ടികളാണെന്നുമാണ് KC വേണുഗോപാൽ അടക്കം ഇന്ന് പ്രതികരിച്ചത്. അനുജ, അതാണ്. പക്ഷേ ചില വിഷയങ്ങളിലൊക്കെ ഇപ്പോഴും അദ്ദേഹം തന്റെ നിലപാട് ശരിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ രാവിലെ വന്ന പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മോദിയെ പ്രശംസിക്കുന്നതിലൊക്കെ ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കേണ്ടി വരും എന്നതാണ്. അപ്പോൾ അത് ഇനിയും ഉണ്ടാകുമെന്നൊരു ധ്വനി അതിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.